ഹായ്, ഇന്ന് നമ്മൾ ഈ ഒരു എഫ് പാറ്റേൺ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫെമിഗേഷന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺ ആണിത്. ആദ്യം നമുക്കിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ഈ ഒരു സെറ്റ്, അടുത്ത ഈ ഒരു സെറ്റ്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇത് രണ്ടും ഒരേ പാറ്റേൺ ആണ്. ഇത് സെപ്പറേറ്റ് നിൽക്കും. ഞാനതിനെ 1, 2, 3 എന്ന് കൊടുത്തു. ഈ 1, 2, 3 എന്ന് പറയുന്നത് ഔട്ടർ ലൂപ്പായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ നമുക്ക് ഔട്ടർ ലൂപ്പിന്റെ ലിമിറ്റ് എത്ര കിട്ടി? 3 കിട്ടി. ഇനി നമുക്ക് ഔട്ടർ ലൂപ്പിലൂടെ ഐട്രേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ എടുക്കാം. സപ്പോസ് ഞാനിവിടെ I ആണ് എടുക്കുന്നത്. അപ്പോൾ ഔട്ടർ ലൂപ്പിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 3യും അത് ഐട്രേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള വേരിയബിൾ I ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന്റെ എക്സിക്യൂഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്കിവിടെ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് ലൈൻ കണ്ടോ, 3 സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നുണ്ട്, പിന്നെ 6, പിന്നെ 9. ഇതെന്താ, ഒരു സീക്വൻഷ്യലായിട്ടാണ് പോകുന്നത് അല്ലേ? സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഈ ഒരു രീതിയിൽ 3, 6, 9 എന്നുള്ള രീതിയിലാണ് ഈ ഒരു പാറ്റേൺ പോകുന്നത്. അതായത് ഈ സ്ട്രെയിറ്റ് പോകുന്നത് 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ കോഡ് എഴുതിയെടുക്കാൻ കഴിയും. അപ്പോൾ ഔട്ടർ ലൂപ്പിനകത്തുള്ള ഫസ്റ്റ് ഇന്നർ ലൂപ്പാണിത്. ഈ 3, 6, 9 എന്നുള്ള ഈ സ്ട്രെയിറ്റ് പാറ്റേൺ വരുന്നത് ഇന്നർ ലൂപ്പാണ്. അതിന് നമുക്കൊരു വേരിയബിൾ ഉണ്ട്, ജെ എന്ന ഒരു വേരിയബിൾ ഉണ്ട്, നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അത് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും പോകുന്നത്. ഈ സ്ട്രെയിറ്റ് സ്റ്റാർസ് കഴിഞ്ഞിട്ട് താഴോട്ട് 3, 6 എന്നുള്ള രീതിയിൽ സ്റ്റാർസ് പോകുന്നുണ്ടോ, അതും ഒരു ഇന്നർ ലൂപ്പാണ്. 3, 6 എന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതും പ്രിന്റ് ചെയ്യിക്കണം. നമുക്ക് വേണമെങ്കിൽ ജെ തന്നെ യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ വേറൊരു വേരിയബിൾ എടുത്തിട്ട് അത് പ്രിന്റ് ചെയ്യിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ഞാൻ കെ എന്നൊരു വേരിയബിൾ എടുത്തു. ഇപ്പോൾ നമുക്ക് ഏകദേശം ഏതൊക്കെ വേരിയബിൾ വേണ്ടി വരുന്നുള്ളൊരു ഐഡിയ ഇട്ടിട്ടുണ്ട്. ഇതിൽ ജെ, കെ എന്നുള്ളത് ഇന്നർ ലൂപ്പിലെ വേരിയബിൾസ് ആണ്. ഐ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഔട്ടർ ലൂപ്പിനെ റെപ്രസെന്റ് ചെയ്യും. ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് കടക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രീ ഓൺലൈൻ കമ്പൈലറാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിൽ വേണമെങ്കിലും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേരിയബിൾസ് എല്ലാം ഒന്ന് ഡിക്ലെയർ ചെയ്യാം. ഏതൊക്കെയുണ്ട്? ഐ, ജെ, കെ എന്നീ വേരിയബിൾസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പോൾ എടുത്തത്. നമുക്ക് അത്രയും വേരിയബിൾ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഇൻറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐ, ജെ, കെ എന്നീ വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് ഇതിൽ ഓരോരോ പാറ്റേൺ പ്രിന്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ റെഡ് കളറിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ 3, 6, 9 എന്ന് പറഞ്ഞിട്ട് സ്ട്രെയിറ്റ് ലൈനിലുള്ള ഈ ഒരു പാറ്റേൺ മാത്രം ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനായിട്ട് നമ്മൾ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ലൂപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫോർ ലൂപ്പാട്ടോ എളുപ്പം. I 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 തൊട്ടാട്ടോ, 3 അല്ല, 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 വരെ പോകും ആൻഡ് ഇൻക്രിമെന്റ് ചെയ്യും. ഇത് ഔട്ടർ ലൂപ്പ്. ഇനി ഫസ്റ്റ് ഇന്നർ ലൂപ്പിനായിട്ട് നമ്മൾ പറഞ്ഞ വേരിയബിൾ ഏതായിരുന്നു? ജെ. ജെ വെച്ച് നമ്മൾ ഇന്നർ ലൂപ്പും സെറ്റ് ചെയ്യും. അപ്പോൾ ജെയും 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ജെയുടെ പാറ്റേണ് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഐനെ കഴിഞ്ഞ് 3 ഇരട്ടിയായിട്ടാണ് ജെയുടെ വാല്യൂ പോകുന്നത്. അതുകൊണ്ട് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 × 1 വരും. ഇനി നമുക്ക് ആ സ്റ്റാർ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അത് എങ്ങനെയാണ് വരുന്നത്. കറക്റ്റ് ആവണമെന്നില്ല, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്, ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇന്നർ ലൂപ്പ് കഴിഞ്ഞ് ബ്രേക്ക് വേണമെന്നുള്ള രീതിയിൽ നമ്മളൊരു സ്ലാഷ് പ്രിന്റ് ചെയ്യിക്കുകയാണ്. ന്യൂ ലൈനാണ് സ്ലാഷൻ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ആ ഒരു ഫസ്റ്റ് 3, 6, 9 എന്നുള്ള ആ ഒരു പാറ്റേൺ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇറ്ററേഷനിൽ, അതായത് 3, 6, 9 എന്നുള്ളത് നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴോട്ടുള്ള 3, 6 എന്നുള്ളത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ താഴെയായിട്ട് അടുത്ത ഇന്നർ ലൂപ്പ് ആയിട്ടുള്ളത് നമ്മൾ ഏത് വേരിയബിൾ ആയിരുന്നു? കെ എന്ന വേരിയബിൾ ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും സെയിം രീതിയിൽ തന്നെ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈ ഒരു രീതിയിൽ തന്നെ ഈ സെയിം ലിമിറ്റ് വെച്ച് വേറൊരു വേരിയബിൾ വെച്ച് ഞാൻ കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് സെയിം ജെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഇതിന് ഇങ്ങനെ
പ്രിന്റ് എഫ് സ്റ്റാർ എന്ന് കൊടുത്താൽ വരില്ല. ആ സ്റ്റാർ കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് കൊടുക്കണം, എങ്കിലേ അത് ന്യൂ ലൈനിൽ താഴെ വരും. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ പാറ്റേൺ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കറക്റ്റ് ആ ലാസ്റ്റ് വരെ വന്നിട്ടുണ്ടോ? ഇവിടെ വരെ കറക്റ്റാണ്. പക്ഷെ ആ 9 എന്നുള്ളത് താഴോട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? കാരണം 3 വട്ടവും ഇന്നർ ലൂപ്പിൽ റൺ ആവുന്നുണ്ട്. ഈ താഴോട്ടുള്ള ഇന്നർ ലൂപ്പ് 2 തവണ റൺ ആവുന്നുള്ളൂ. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു വെച്ച് ബ്രേക്ക് ചെയ്യണം. അതായത് ഈ 9th പൊസിഷനിൽ, അതായത് 3rd പൊസിഷനിൽ 9 സ്റ്റാർസ് ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ ബ്രേക്ക് ആവണം. ഈ 9 എന്ന് പറയുന്ന ആ വാല്യൂ വരുന്നിടത്തെ ഐയുടെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ബ്രേക്ക് ആവണം. അതിനായിട്ട് നമ്മൾ ഈ ലൂപ്പിന്റെ തൊട്ട് മുൻപ്, അതായത് കെ ലൂപ്പിന് തൊട്ട് മുൻപ് I3 ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ, ആ എക്സിക്യൂഷൻ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം. ഇപ്പൊ നോക്ക്, ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം 3 സ്റ്റാർ, പിന്നെ 3, 6, 6 ആൻഡ് 9 കറക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഈ രീതി നമുക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്